ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി പാസ്തയാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടമാകുന്ന നല്ലൊരു ഈസി പീസി ആയിട്ടുള്ളൊരു അടിപൊളി ബീഫ് പാസ്തയാണ് കേട്ടോ ഇന്ന്. എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് തിളപ്പിക്കാം കേട്ടോ. ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഉപ്പിട്ടിട്ട് തിളപ്പിച്ചിട്ട് നമ്മുടെ പാസ്ത വേവിച്ചിട്ട് ഊറ്റി മാറ്റി വെക്കണം. ഓക്കെ. ഇനി നമുക്ക് സോസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ബട്ടർ ഇട്ട് വെക്കാം. ബട്ടർ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ ഒഴിച്ചാലും മതി കേട്ടോ. ഓയിലോ ഗീയോ എന്ത് വേണമെങ്കിലും ഒഴിക്കുക. പക്ഷെ വെളിച്ചെണ്ണ വേണ്ട കേട്ടോ. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ്. ഓക്കെ, അതിന് ശേഷം ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇടാം കേട്ടോ. ഓക്കെ, വെളുത്തുള്ളിയുടെ ആ ഒരു എന്താ പറയുക ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും പാസ്തക്ക്. പാസ്ത നൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. ഇനി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നാലേ നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുത്ത ബീഫ് എടുത്തിട്ട് നമുക്കിതിലിടാം. ബീഫ് വേവിച്ചിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് പൊടിച്ചെടുത്ത് ഇതിലിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ ബീഫ് കുക്കായിക്കോളും. ഇതിലേക്ക് വരുന്ന ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് തന്നെ ഈ ബീഫ് നന്നായിട്ട് തന്നെ കുക്കായിക്കോളും. അതിനെ പറ്റിയിട്ട് ഒന്നും പേടിക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒന്ന് വേവിച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. പക്ഷേങ്കിൽ ഇതാണ് കേട്ടോ കുറച്ചും കൂടി ആ ബീഫിൻ്റെ ആ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് ഇറങ്ങി വരിക ഇങ്ങനെ ചെയ്താലാണ്. ഓക്കെ, നമ്മുടെ പാസ്ത ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പക്ഷെ വെന്തിട്ടില്ല, കുറച്ചും കൂടി വേവാനുണ്ട്. ഇനി നമ്മുടെ സോസിലേക്ക് ഒരു 2 ടീസ്പൂണ് സോയാ സോസ് ഒഴിക്കാം. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുത്താലും മതി. ഓക്കെ, ബീഫ് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് സിമ്മാക്കിയിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അടച്ച് വെച്ച് ആ വെള്ളം ഒന്ന് ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ ബീഫ് നന്നായിട്ട് വെന്തോളും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഒന്ന് കടിച്ച് നോക്കിയാൽ മനസ്സിലാവും. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഞാനിങ്ങനെ 2 അടുപ്പത്തായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പുറം പാസ്തയും ഇപ്പുറം സോസും ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇടയ്ക്കിങ്ങനെ പാസ്ത ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കുക. നമ്മളിപ്പുറത്ത് സോസ് ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പുറം ഒന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കുക, ആയോ നോക്കാൻ കേട്ടോ. ഇനി നമ്മുടെ ഈ ബീഫൊക്കെ കുക്കായി കഴിഞ്ഞാൽ ബീഫിനെയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇടുക. ഓക്കെ, ചെറിയൊരു പീസ് ബട്ടർ ഇട്ടിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഒഴിക്കാം. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് നമ്മുടെ ഈ ബട്ടറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യിപ്പിക്കുക. ഓക്കെ, സിം ഫ്ലെയിമിലാണ് കേട്ടോ, ഹൈ ഫ്ലെയിം ആക്കണ്ട. സിം ഫ്ലെയിമിലാക്കിയാൽ മതി. വെറുതെ നമ്മുടെ ബീഫ് കരിഞ്ഞു പോകണ്ട ഹൈ ഫ്ലെയിം ആക്കിയിട്ട്. ഇതൊന്ന് ആ ബട്ടറുമായിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ കെച്ചപ്പ് ഒന്ന് യോജിച്ച് വന്നാൽ നമുക്കിനി അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടിയിട്ടാണ്. എരിവൊന്നും ഇല്ലാത്ത കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, എരിവൊന്നും ഉണ്ടാവില്ല. നല്ലൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതിനുശേഷം ഒരു 2 തക്കാളി ഒന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒഴിക്കുന്നുണ്ട്. ഇനി ഒക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് ഉപ്പിൻ്റെയൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി വരുന്ന സാധനങ്ങളും ഓപ്ഷണലാണ് കേട്ടോ. ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും അതൊക്കെ ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒറിഗാനോ ഇല്ലെങ്കിലും പ്രശ്നമില്ല, ചില്ലി ഫ്ലേക്സ് മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ 2 ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് ഇടാം. ഞാനൊരു ടീസ്പൂണാണ് കേട്ടോ ഇട്ടത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇടാം. എന്നിട്ട് ഒക്കെ കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ.
ഇത് നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്തിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സോസും റെഡി ആയാൽ നമ്മുടെ ഈ പാസ്ത എടുത്തിട്ട് സോസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി മേലെ ഇടുക. ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് ചീസ് ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അപ്പം ഏതായാലും ആ ചീസ് അങ്ങോട്ട് കാലിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ചീസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിൽ ബീഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ആ ടൊമാറ്റോ കെച്ചപ്പും ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ, ടൊമാറ്റോ പേസ്റ്റും ടൊമാറ്റോ കെച്ചപ്പും ഫസ്റ്റ് ഇട്ട് നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളീൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി ഉണ്ടെങ്കിൽ തന്നെ അടിപൊളിയായിരിക്കും. ഞാൻ പിന്നെ കുറച്ച് ചീസ് ഇരിപ്പുള്ളത് കൊണ്ട് ആ ചീസ് ഏതായാലും കാലിയാക്കാമെന്ന് വിചാരിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പാസ്തയാണ്. നമുക്ക് ബീഫിന് പകരം ചിക്കനും വേണമെങ്കിൽ ഇടാം കേട്ടോ. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. അതും ഇതിൽ തന്നെ വെന്തോളും. അതിൻ്റെ ആ ഒരു ചിക്കൻ ഇറങ്ങി വരുന്ന വെള്ളത്തിൽ നിന്ന് തന്നെ വെന്തോളും. വേറെ വെള്ളം ഒഴിക്കാനോ നിൽക്കണ്ട. അതുപോലെ തന്നെ ചിക്കൻ വേവിച്ചിട്ട് ഉടച്ചിട്ട് ഇടാനും അങ്ങനെ നിൽക്കണ്ട. നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ ഇതിങ്ങനെ തന്നെ ഇടുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാസ്ത ഇവിടെ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഇനി നമ്മുടെ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് കക്രോട്ടിയാണ് കേട്ടോ. കക്രോട്ടി, ആണപ്പത്തൽ, അങ്ങനെ കുറേ വെറൈറ്റി പേരുകളിൽ നമ്മുടെ കേരളത്തിൽ ഇത് ലഭ്യമാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് 2 അസിസ്റ്റൻസ് കൂടിയുണ്ട് കേട്ടോ. ഇവർ 2 പേരും എൻ്റെ അസിസ്റ്റൻസ്. ഓക്കെ, പിള്ളേർ ഉരുട്ടുന്നുണ്ടോ? നന്നായിട്ട് ആദ്യം ഒന്ന് ബോളാക്കുക, എന്നിട്ട് നടുക്കൊരു കുഴിയാക്കുക. എന്തൊരു കാര്യക്ഷമതയോട് കൂടി അവർ പണിയെടുക്കുന്നത് നോക്കിയോട്ടെ. അങ്ങനെ നമ്മൾ എല്ലാ കക്രോട്ടി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ അരിപ്പൊടി ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാം ഇതിലേക്ക്. തേങ്ങയും പെരുംജീരകവും കൂടി അരച്ചിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്താൽ അതും നല്ല ടേസ്റ്റാണ്. ഇതൊന്നുമില്ല, ഇത് പ്ലെയിൻ അരിപ്പൊടിയും സാധാ പച്ചവെള്ളവും ഉപ്പും മാത്രം കുഴച്ചെടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ കക്രോട്ടിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനായിട്ടെടുത്ത് കറി എന്താണെന്ന് വെച്ചാൽ നല്ല ബീഫ് കറിയാണ്. തേങ്ങയൊക്കെ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്ത ബീഫ് കറിയാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ച കക്രോട്ടി എടുത്തിട്ട് നമ്മുടെ ഈ കറിയായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. താങ്ക് യു.